ഹലോ ഗൈസ്, അപ്പോൾ ഇന്നൊരു സൺഡേ വ്ളോഗാണ്. രാവിലെ തന്നെ പള്ളിയിൽ പോകാനായിട്ട് ഒരുങ്ങിയിട്ടൊക്കെ ഇരിക്കട്ടെ. നാളെ തൊട്ട് നോയമ്പ് തുടങ്ങുന്നതുകൊണ്ട് ഇന്ന് പള്ളിയിൽ പോയിക്കാന്ന് വിചാരിച്ചു. ഞാൻ വന്നിട്ട് ഇപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമായിട്ട് പള്ളിയിൽ പോകുന്നത്. അപ്പം ഞാനൊന്ന് എടുത്ത് ഡ്രസ്സ് എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഇങ്ങനെ കുറച്ച് നേരം അതിൻ്റെ ഭംഗി ആലോചിച്ചിരുന്നു. പിന്നെ ഞങ്ങൾ ഇത്രയും പേരായിട്ട് ഒരുമിച്ച് പോകുന്നത്. അപ്പം ഞാനതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഇത് വ്ളോഗിൽ കയറി എന്ന് പറഞ്ഞപ്പോൾ അവരിങ്ങനെ ചിരിച്ചുകൊണ്ട് എല്ലാവരും മാറി കേട്ടോ. അങ്ങനെ കുഴപ്പമൊന്നുമില്ല. അത് കഴിഞ്ഞ് എല്ലാവരും ഒപ്പിട്ട് പോകാനായിട്ടൊരു വലിയ ക്യൂ ആയിരുന്നു കേട്ടോ. ഞങ്ങൾ കുറച്ച് പേരൊക്കെ കഴിഞ്ഞിട്ടായിരുന്നു. അപ്പം എല്ലാവരും ക്യൂ നിന്ന് വെയിറ്റ് ചെയ്യുവാണ്. പുറത്തേക്ക് ആഴ്ചയിൽ ഒന്നല്ലേ പോകാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് കാത്തിരുന്ന് ഞങ്ങൾക്കും പേര് എഴുതാൻ ഇത് കിട്ടി. എന്നിട്ട് ഞങ്ങളുടെ പേരും ഡീറ്റെയിൽസും ഒക്കെ എഴുതിയിട്ട് ഞങ്ങളും പോയിട്ടോ. അപ്പം ഞങ്ങൾ കോളേജിൻ്റെ പുറകിൽ കൂടെ വേണമല്ലോ പോകാൻ. അപ്പോൾ അങ്ങനെ പോകുന്ന വഴിക്ക് വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ ഇങ്ങനെയൊക്കെ അങ്ങ് പോവാണ് കേസ്. ഞങ്ങളെ കോളേജുകാർ ചതിച്ച കേസ്. ഞങ്ങളോട് ഇന്നത്തോട്ട് ഫ്രൈഡ് റൈസ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അവരാണെങ്കിൽ ഞങ്ങൾക്ക് ഇന്ന് വൈകിട്ട് സാമ്പാറും പപ്പടം തന്ന് ഞങ്ങളെ പറ്റിച്ച്. പക്ഷെ കുഴപ്പമില്ല, ഞങ്ങളത് അറിഞ്ഞില്ല. ഞങ്ങൾ ഫ്രൈഡ് റൈസ് ആണെന്ന് ഓർത്തോടാണ് കേസ് തന്നെ. അത് കഴിഞ്ഞ് ആസ് യൂഷ്വൽ ജീപ്പ് പോലത്തെ ഓട്ടോയിൽ കയറിപ്പോയി. ഞങ്ങളവിടെ ചെന്നപ്പം പൊക്കമില്ലാത്ത കുതിരേനെ കണ്ടു. പക്ഷേ ഇത് കുതിരയാണോ കഴുതയാണോ എന്ന് ഞങ്ങൾക്കൊരു കൺഫർമേഷൻ ഇതുവരായിട്ടില്ല. എന്തായാലും ഇതിനെ കൊണ്ടുവന്നത് ഒരു കുഞ്ഞു കൊച്ച. അത് കഴിഞ്ഞ് ഞങ്ങൾ പള്ളിയിൽ ചെന്നപ്പോഴത്തേനും ഓൾറെഡി കുർബാന പകുതിയായി. ഞങ്ങൾ ഇറങ്ങാനായിട്ട് ലേറ്റ് ആയതുകൊണ്ട് കുർബാന പകുതി മീൻസ് പ്രസംഗമായിരുന്നു, ലത്തീൻ കുർബാന ആയതുകൊണ്ട്. ഇതൊക്കെ എൻ്റെ ഫ്രണ്ട്സാട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ ഒരു മാതാവിൻ്റെ ഒരു ഗ്രോട്ടോ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അവിടെ ചെന്ന് കുറച്ച് നേരം അവിടെ ചെന്ന് മാതാവിൻ്റെ അടുത്ത് ഉള്ള കരച്ചിലും വീഴ്ചയിലൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ പള്ളിയുടെ ഭംഗിയൊക്കെ ആസ്വദിച്ച് അവിടെ ഇരുന്നിട്ട് ഇനി അങ്ങോട്ട് പോകണം അങ്ങനെയൊക്കെ നോക്കി ഇരുന്ന് കഴിഞ്ഞപ്പോഴാണ് തുപ്പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ ഒരു ട്രാക്ടർ ഉണ്ട്, നമ്മുടെ നാട്ടിലത്തെ പോലെ അതിൻ്റെ DJ ഒക്കെ വെച്ചിട്ടുള്ള ട്രാക്ടർ. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളൊരു ഹോട്ടലിൽ ചെന്നപ്പം ഐസ്ക്രീം കഴിക്കാൻ പോയതാണ്. അവിടുത്തെ ആംബിയൻസ് കണ്ടപ്പോൾ അതും ഞാൻ വ്ളോഗിൽ കെട്ടി. ഞങ്ങൾക്ക് സ്റ്റുഡിയോ പോകണമായിരുന്നു. അപ്പം സ്റ്റുഡിയോ 11 മണിക്ക് തുറക്കുന്നുള്ളതുകൊണ്ട് അത്രയും നേരം ഞങ്ങൾ അതിനകത്ത് പോയിരുന്നതാണ്. അങ്ങനെ എനിക്കൊന്നും വാങ്ങിക്കാനില്ലായിരുന്നു, അവർക്ക് വാങ്ങിക്കാനായിരുന്നു. അപ്പം ഞാനവിടെ ചെന്നപ്പോഴത്തേനും എൻ്റെ ആ ലിപ്സ്റ്റിക്ക് കിട്ടി ഗൈസ്. ഞാൻ അന്ന് എൻ്റെ നാട്ടിൽ വെച്ച് എനിക്ക് കിട്ടാതെ പോയി ആ ലിപ്സ്റ്റിക്ക് എനിക്കിവിടെ വന്നപ്പോൾ അത് കിട്ടി. എനിക്കതിൻ്റെ സന്തോഷത്തിലായിരുന്നു ഗൈസ്. അത് ഇട്ടിട്ടുള്ള വീഡിയോ അടുത്ത ക്ലിപ്പിലുണ്ട്. ഇത് ഞാൻ ഓൾറെഡി ഇട്ട ലിപ്സ്റ്റിക്ക്. ഇതാണ് ഗൈസ് ആ ലിപ്സ്റ്റിക്ക്. ഇച്ചിരി ബ്രൗണും എന്നാൽ ഇച്ചിരി മെറൂണൊക്കെ കൂടി ഒരു കളറാട്ടോ. അപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ അപ്പോൾ തന്നെ അതങ്ങ് പൊക്കി. അത് കഴിഞ്ഞ് അവർ ഡ്രസ്സൊക്കെ എടുക്കാൻ പോയപ്പോൾ ഇച്ചിരി നേരം പോസ്റ്റ് ആയപ്പോൾ ഞാൻ പിന്നെ അവിടെ എല്ലാ കണ്ണാടിയിലും പോയി വീഡിയോ എടുത്ത എല്ലാ കണ്ണാടിയും ഒറ്റ കണ്ണാടി പോലും ഞാൻ വിട്ടിട്ടില്ല. അത് കഴിഞ്ഞ് തന്നെ അവർ ഇടുന്ന ട്രയലൊക്കെ നോക്കി അങ്ങനെ കുറേ നേരം അവിടെ പോയി നിന്നു. അത് കഴിഞ്ഞ് അവരെ ഹെൽപ്പ് ചെയ്തു. അവർക്ക് സൈസ് മാറ്റി എടുക്കേണ്ട പങ്കെടുത്തു. പിന്നെ വൃത്തിയായിട്ടിരുന്ന കൈ നശിപ്പിച്ചപ്പോൾ കുറച്ച് സമാധാനമായി. പിന്നെ അവിടെ ഒരു JCB ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ നാട്ടിലത്തെ JCB അവിടുത്തെ JCB ഒന്നാണല്ലോ എന്നുള്ള സന്തോഷത്തിൽ ഞങ്ങൾ തിരിച്ചു വന്നു ഗൈസ്. പക്ഷേ ഫ്രൈഡ് റൈസ് അപ്പോഴും ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. വൈകിട്ട് ഫ്രൈഡ് റൈസ് അതിങ്ങനെ ഓർത്തിരിക്കുമായിരുന്നു. പക്ഷെ അത് ഞങ്ങളെ ചതിച്ച്. ഞാൻ നോയമ്പായതുകൊണ്ട് എന്നാൽ ഇന്ന് എന്തെങ്കിലും വാങ്ങിക്കാമെന്ന് ഓർത്തപ്പോഴാണ് ഇന്ന് ഫ്രൈഡ് റൈസ് ഉണ്ടല്ലോ, പിന്നെ ഓർഡർ ചെയ്യണ്ടല്ലോ, അങ്ങനെ അതും പൊളിഞ്ഞു ഗൈസ്. ഈ സ്റ്റിമുലൈസേഷൻ ലാബിൻ്റെ ഉദ്ഘാടനത്തിനാണുള്ള ഡ്രസ്സ് വാങ്ങിക്കാനാണ് ഇവർ പോയത്. അതായത് ഞങ്ങൾ ഹോസ്റ്റലിൽ കയറി. അപ്പോൾ ഓക്കെ